രാജകുമാരി, എന്താണ് സംഭവിച്ചത്? ഇത് നോക്കൂ, നമുക്കിവിടെ പൊള്ളൽ അനുഭവപ്പെടുന്നു. പൊള്ളലുണ്ടാകുന്നത് എങ്ങനെ? കാണിക്കൂ, കാണിക്കൂ. നിങ്ങളാരും അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. നിങ്ങൾ ഏവരും അതിഥി മന്ദിരത്തിൽ പോയി വിശ്രമിക്കൂ. പുറത്തെ സംഭവങ്ങൾ ഞങ്ങളൊന്ന് നോക്കട്ടെ. വരൂ കുമാര. രൂപവതി, പടയാളികളെ, നീ എവിടെ പോകുന്നു വിഷകേതു? നമ്മുടെ ഇന്ദ്രജാലം പ്രയോജനപ്പെടുന്നില്ല. നീ നമ്മോടൊപ്പം വരൂ. പിന്നെയും അതേ ദുരന്തത്തിന്റെ സൂചനയാണോ ഇത്? വീണ്ടും വീണ്ടും ഇങ്ങനെ സംഭവിക്കുന്ന എന്തുകൊണ്ടാണ്? പടയാളികളെ, നിങ്ങൾ എന്ത് നോക്കി നിൽക്കുകയാണ്? ഈ പക്ഷികളെ ഇവിടെ നിന്ന് മാറ്റാനുള്ള സംവിധാനം ഒരുക്കൂ. അഗ്നി ഒരുക്കൂ. ഇല്ല, ഇവരെന്താ പക്ഷികളെ വധിക്കാനുള്ള ശ്രമം നടത്തുകയാണോ? അത് ശുഭകരമാകില്ല. അവിടുന്ന് തെല്ലും ഭയപ്പെടേണ്ട രാജകുമാരി. നാം ഇപ്പോൾ നമ്മുടെ അഗ്നിബാണം പ്രയോഗിച്ചുകൊണ്ട് ഇതിനെല്ലാം അകറ്റുന്നതാണ്. നമ്മുടെ ധനുസും ബാണവും കൊണ്ടുവരൂ. ഇതെന്താണ്? ഇവർക്ക് ലക്ഷ്യത്തിലേക്ക് ബാണം അയക്കാൻ സാധിക്കുന്നില്ലല്ലോ. അപ്പോ ഈ പക്ഷികളെ ആരാണ് സംരക്ഷിക്കുന്നത്? ഓരോ തവണയും ബാണം അയച്ചിട്ടും ഈ പക്ഷികൾ രക്ഷപ്പെടുകയാണല്ലോ. അതെന്തുകൊണ്ടാണ്? നാം നിങ്ങൾക്കൊപ്പമുണ്ട്. സകല പക്ഷികളോടും ഒന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. നാം വനത്തിലെ ആളുകളെ സംരക്ഷിക്കുന്നവനാണ്. അതുപോലെ തന്നെ നിങ്ങൾ നമുക്ക് നേരെ ആക്രമണം നടത്തുന്നില്ലെങ്കിൽ അതുവരേക്കും നാം നിങ്ങളെയും സംരക്ഷിക്കുന്നതാണ്. വന്നാലും രാജമാതാ, വന്നാലും. എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ദ്രജാലം പ്രയോജനപ്പെടാത്തത്? ഇതാണ് ഇവിടുത്തെ അറ. ഇവിടെ എല്ലാ സൗകര്യങ്ങളും നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇത് കണ്ടാലും ഇത് പട്ടുകിടക്കയാണ്. വളരെയേറെ പഴങ്ങൾ, സുഗന്ധം പടർത്തുന്ന പുഷ്പങ്ങൾ, അങ്ങനെ എല്ലാം ഉണ്ട്. ഇനി മറ്റെന്തെങ്കിലും വേണമെങ്കിൽ മടി കൂടാതെ നമ്മോട് പറഞ്ഞോളൂ. ഇല്ല, നീ ഇപ്പോൾ പോയിക്കോളൂ.
ഈശ്വര ചൈതന്യമുള്ള ആ പെൺകുട്ടിയുടെ സ്പർശനത്താൽ നമ്മുടെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവളെ സ്പർശിച്ചതോടെ നാം മുൻപത്തേക്കാൾ ഏറെ ദുർബലയായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ശക്തികൾ പ്രയോജനപ്പെടുന്നില്ലല്ലോ. അത് നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. എന്നാൽ അവൾക്ക് ഇത്രയ്ക്കും ധൈര്യമുണ്ടായോ? ഇത്രയ്ക്കും ധൈര്യം? ഇല്ല ഇല്ല, കാര്യങ്ങൾ ഇങ്ങനെ ആവാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും നമ്മുടെ പരിധിയിലാകേണ്ടതാണ്. അതിനുശേഷം അവളെയും നമുക്ക് കാണേണ്ടതാണ്. ആ പക്ഷികളെ രക്ഷിക്കാൻ രഹസ്യമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? ആ പക്ഷികൾക്ക് നേരെ നാം അയച്ച ബാണം ആരാണ് തടയുന്നത്? തെറ്റ് ചെയ്തത് ഞങ്ങളല്ല. അങ്ങ് നമ്മുടെ ബാണത്തിലാണ് പ്രഹരം നടത്തുന്നത്. അല്ല അല്ല, കേൾക്കൂ, നാം കാണുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ഏവരുടെയും ബാണം ഇവയിൽ ഏതെങ്കിലും ഒരു പക്ഷിക്ക് ഹാനി വരുത്താൻ ഉതകുന്നതായിരുന്നു. പക്ഷേ അതിനു മുമ്പ് മറ്റാരോ വളരെ കൃത്യമായ ലക്ഷ്യത്തോടെ നിങ്ങൾ അയച്ച ബാണത്തെ തടഞ്ഞിരിക്കുകയാണ്.